പ്രഖ്യാപിക്കുകയാണ് പ്രിയപ്പെട്ട അടുക്കയിലെ നിവാസികൾ. നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഗസ്റ്റ് മാസത്തോടു കൂടി കഴിഞ്ഞ മാസത്തോടൊപ്പം രജിസ്റ്റർ ചെയ്ത കേസുകൾ, നമ്മളിലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മളിടയിലുള്ള പ്രിയപ്പെട്ട യുവാക്കൾ, നമ്മളിടയിലുള്ള പ്രിയപ്പെട്ട കൂട്ടത്തിൽ നമ്മൾ നാളെയുള്ള തലമുറയിൽ ഒരു ഭാവി വാഗ്ദാനമായി കാണേണ്ടി വരുന്ന ഒരു തലമുറ നമ്മളിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രൂപത്തിലേക്കാണ് പുതിയ കാലത്തെ ലഹരി മാഫിയ മാറ്റി. ഞങ്ങൾ ഒരു കാര്യം പറയാം, ഇത് ഉപയോഗിക്കുന്ന ലഹരിക്ക് അടിമപ്പെട്ട എന്റെ ചെറുപ്പക്കാരോട്, കുട്ടികളോട്, കൊച്ചു മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആരോടും ഞങ്ങൾക്ക് വിരോധമില്ല. നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ നിലപാട് മാറ്റിക്കൊണ്ട്, നിങ്ങൾ ശുദ്ധരായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ രണ്ട് കൈയും കെട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാം, ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം. ഞങ്ങൾക്ക് ഒരിക്കൽ നിങ്ങളോട് വിദ്വേഷമില്ല, നിങ്ങളോട് വെറുപ്പില്ല. പക്ഷേ നിങ്ങളുടെ തണ്ട് കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ കുട്ടിച്ചോറാക്കാൻ, ഞങ്ങളുടെ കൊച്ചു മക്കളെ ലഹരിക്ക് അടിമപ്പെടുത്താൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ക്യാമ്പസിലേക്ക്, ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിലേക്ക്, ഞങ്ങളുടെ മദ്രസകളിലേക്ക്, ഞങ്ങളുടെ അമ്പലക്കളവിലേക്ക് നിങ്ങൾ ഇതുമായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യും. നിയമം കയ്യിലെടുക്കാൻ അർഹതപ്പെട്ടവരല്ല, ഞങ്ങൾ എടുക്കില്ല. ഞങ്ങളിവിടെ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പന്തിയോട് മുതൽ ഞങ്ങൾ പൈതൽ വരെ ഞങ്ങൾ ബോർഡ് സ്ഥാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ലഹരിയ മാഫിയകളോട്, ഗുണ്ടകളോട് ഞങ്ങൾ പറയാനുള്ളത്, നിങ്ങളുടെ ഈ ഒരു സ്വഭാവം, നിങ്ങളുടെ ആയുധം നിങ്ങൾ താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങി നല്ല ചമഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പോലീസുകാരെ വിളിച്ച് പോലീസ് ഞങ്ങളടുത്ത് എത്തുന്നത് വരെ ഞങ്ങൾ കൈ കട്ടി നോക്കിയാൽ ഞങ്ങളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് ഒരാൾ നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ ചേർത്ത് നിന്നത് മാത്രമാണ്. ഞങ്ങൾ ഉടനെ വിളിച്ചു കുമ്പളയിലേക്ക് ഞാൻ പറയുന്നത്, ഞങ്ങളുടെ നേരെ നിങ്ങൾ ആരും കുതിര കയറാൻ വേണ്ട. ഞങ്ങൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, വീട്ടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തിന്റെ അധികാരികൾ ഇവിടെയുണ്ട്, സദാനന്ദ ഭണ്ഡാരി ഇവിടെയുണ്ട്, അതുപോലെ വർദ്ധൻ മാസ്റ്ററുണ്ട്, അതുപോലെ സീതാറാമുണ്ട്, ഞങ്ങൾക്ക് സുന്ദരനുണ്ട്, ഒരുപാട് പേര് ഞങ്ങൾക്കിവിടെ ഉണ്ട്. ഞങ്ങൾക്ക് മുഹമ്മദ് അമ്മയോട് അത് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വട്ടത്തിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് കാര്യങ്ങളൊക്കെ, കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിക്കാൻ പറ്റും. ഇത് അതിന് പകരം ഈ വൃത്തികേട് കൈയൊലിപ്പിയ വെള്ളം കുടിക്കാനാണ് നമ്മളൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം. ഇത് കണ്ടെത്താനും വലിയ വിഷമം. ഇതിനിടെ കാസർഗോഡ് നിന്ന് പിടിക്കുമ്പോൾ ഒരു പെണ്ണുങ്ങളടക്കാം, ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് തന്നെ പറയുന്നു, സ്ത്രീകളടക്കം ഈ രംഗത്തേക്ക് വന്നു എന്നുള്ളത് ഇത് എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ പറ്റിയതല്ല, പക്ഷെ എളുപ്പത്തിൽ മരിക്കാൻ പറ്റിയ സാധനമാണ്. കൂടുതൽ കാലമൊന്നും വീട്ടിൽ കാണാൻ പറ്റില്ല. ഞാനിപ്പോ ഇദ്ദേഹം വിളിക്കുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്ത് ഒരു വീട്ടിൽ പോയതാണ്. ഞാൻ നിങ്ങളോട് ഓപ്പണായിട്ട് തന്നെ പറയാം, പ്രഗത്ഭനായ ഒരാളിൻ്റെ ഇവിടെ ഷെയ്ഖാലി എന്ന് പറയുന്ന ആൾ, ഞാൻ പേരെടുത്ത് തന്നെ പറയാം, അത് പറയാനൊരു വഴിയുമില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ്, മുമ്പ് രാത്രി പോയിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഒരു ചെറിയ പയ്യനുണ്ട് അവിടെ, ഒരു 10-20 വയസ്സുണ്ട്. ആ പയ്യനോട് ഞാൻ ചോദിച്ചു, ഇതാരെ വീടാന്ന്, ഇന്നാളെ വീടാന്ന് ചോദിച്ചു. അപ്പൊ എനിക്കറിയാം എത്ര പേരുണ്ട് മോനെ ജയിലിൽ എന്ന് വെച്ചു. 4 പേര് ജയിലിൽ. ചുരുക്കമൊന്നുമല്ല, 4 പേര് ജയിലിൽ. ഒരു കുടുംബത്തിന് ഒരു ജയിലുണ്ടാക്കേണ്ട സാഹചര്യം കാസർഗോഡ് വരും. ഇങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് വെറുതെ
നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടോ അല്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടോ ഒന്നും അല്ല ജയിലിൽ കിടക്കുന്നത്. ഈ നാട്ടിന്റെ ക്യാൻസറായ MDMA കഞ്ചാവും വിറ്റിട്ടാണ് ജയിലിൽ കിടക്കുന്നത്. ഞാൻ അദ്ദേഹത്തോടൊക്കെ പറയുന്നത് നേരത്തെ നിങ്ങൾ അധ്യക്ഷൻ പറഞ്ഞു, ഒരു കേസ് കൂടി ഉണ്ടായിരിക്കുന്നത് പോലീസിന് പലപ്പോഴും നേരിട്ടെടുക്കാവുന്ന ഒരു കുറ്റകൃത്യത്തെ പറ്റി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കേസ് എടുക്കേണ്ടി വരും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ നിയമം കൊണ്ട് ഏറ്റവും കൂടുതൽ നിയമം വെച്ച് കളിച്ച ഒരു കാസർഗോഡത്തെ ഒരു DYSP ഞാൻ തന്നെയാണ്, അതിനൊരു സംശയം വേണ്ട. ഒരു 10-11 കൊലക്കേസും ഒരുപാട് കൊള്ളു ബാങ്ക് കേസ് അടക്കമുള്ള ഒരുപാട് കേസുകൾ അന്വേഷിച്ചിട്ട് ഈ നിയമവും കൊണ്ട് നന്നായി പരിചയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൊന്നും ആരും ഭയപ്പെടേണ്ടതില്ല. കാര്യം നിയമപരമായി നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല. അതിന് DYSPക്ക് പോലും അധികാരമില്ല. നിയമത്തിന് അപ്പുറത്തേക്ക് ചെയ്യാൻ നമുക്ക് ആർക്കും അധികാരമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒറ്റക്കെട്ടായി ഒരു നീർക്കിലിയാകുമ്പോൾ ഓടിക്കാൻ എളുപ്പമാണ്, പക്ഷെ ഒരു ചൂലാകുമ്പോൾ ഓടിക്കാൻ വിഷമാണ്. എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമിച്ച് ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായി പ്രതിരോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ MLA പറയുന്ന പോലെ പോലീസ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ പലപ്പോഴും ഞങ്ങളാണിപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് സ്പെഷ്യലിസ്റ്റ് ടീമുണ്ട്, എക്സൈസിന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ യാതൊരു സംശയമില്ല. ഈ മയക്കുമരുന്ന് ഇതൊക്കെ NDPS ഒക്കെയാണ് അവരുടെ സംഗതിയാണ്. അതുപോലെ സാൻഡ് മാഫിയകളെ അടിച്ചമർത്താൻ വേണ്ടി ജിയോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിനപ്പുറത്ത് മറ്റ് പല ഡിപ്പാർട്ട്മെന്റുകളും മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ എക്സൈസ് ഉണ്ട്, ഫോറസ്റ്റ് കേസുകൾ എടുക്കാൻ ഫോറസ്റ്റ് ഉണ്ട്. പക്ഷേ എന്തൊക്കെ വന്നാലും ആദ്യത്തെ വിളി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്റെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും ആദ്യം വിളിക്കുന്നത് പോലീസ്. എല്ലാവരും ഒരുമിച്ച് കൂടിയത്, അപ്പുറത്ത് പാവപ്പെട്ട തട്ടമിട്ട ഉമ്മമാർ ഒരുമിച്ച് കൂടിയത്, ധാരാളം മതസ്ഥരിൽപ്പെട്ട ഹൈന്ദവർ പോലും അതുപോലെ ക്ഷേത്രത്തിന്റെ പ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നത് ഒരു തിന്മക്കെതിരെ. ഇവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്കുണ്ട്, തിന്മ കണ്ടാൽ നിങ്ങൾ കൈകൊണ്ട് തടുക്കണമെന്നാൽ. മാഷാ അല്ലാഹ്, ഇവിടുത്തെ അധ്യക്ഷൻ അദ്ദേഹം കൈകൊണ്ട് തടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ಅದೋಡೊಪ್ಪಂ ಧಾರಾಳಂ ಅಡಕತ್ತುಳ್ಳ ಧಾರಾಳ ಸಹೋದರನ್ಮಾರ್ ಅವರೇ ಇದ್ದಾರೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಮೊದಲು ನಮ್ಗೆ ಎಲ್ಲಿಯಾ ಒಂದು ದೂರದಲ್ಲಿ ಇಂತಹ ಒಂದು ಸಂಗತಿಗಳು ನಡೆಯುತ್ತಾ ಇದೆ, ನಮ್ಗೆ ಅದರ ಪರಿವಿಲ್ಲ, ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಅದರ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಹೇಳಿ ನಾವು ತಿಳ್ಕೊಂಡಿದ್ವಿ. ಆದರೆ ಇತ್ತೀಚೆಗೆ ನೋಡುವಾಗ ಈ ಮಾದಕ ಪದಾರ್ಥ ಇಲ್ಲಿ ರಾಜಾರೋಷವಾಗಿ ಬೆಳೆಯುತ್ತಾ ಇದೆ. ಅದರಿಂದಾಗಿ ನಮ್ಮ ಇಲ್ಲಿನ ಮಕ್ಕಳು ಯುವಕರು ಬಹಳ ತೊಂದರೆಗೆ ಒಳಗಾಗ್ತಾ ಇದ್ದಾರೆ ಎಂಬುದನ್ನು ನಾವು ಮನಗಂಡಿದ್ದೇವೆ. ಅದಕ್ಕೆ ಬೇಕಾಗಿ ನಮ್ಮ ಇಲ್ಲಿಯ ಯುವ ಜನತೆ ಒಂದಾಗಿ ಅದನ್ನು ಎದುರಿಸಲಿಕ್ಕೆ ಇವತ್ತು ಇಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ನಡೆಸಿಕೊಂಡಿದ್ದಾರೆ. ಮಾದಕ ವಸ್ತುವಿನ ಬಗ್ಗೆ, ಅದರ ಪರಿಣಾಮದ ಬಗ್ಗೆ DYSP ಸರ್ ಬಹಳ ക്ലിയർ ആಗಿ ಅದರ ಬಗ್ಗೆ ಹೇಳಿದ್ದಾರೆ. കൂടുതൽ പ്രവൃത്തി കൊണ്ട് കാര്യങ്ങൾ ചെയ്തു കാണിക്കാം. കാരണം വെച്ചാൽ നമുക്കറിയാം, ഈ അടുക്ക എന്ന് പറയുന്ന പ്രദേശവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിന്റെ ചുറ്റുപാടുമുള്ള നാർക്കോട്ടിക് കേസുകളെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ 2 വർഷക്കാലമായി ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് യൂസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ മയക്കുമരുന്ന് കച്ചവടക്കാരെ കുറിച്ചും അവരുടെ വീടുകളും അവരുടെ കുട്ടികളും, ഇന്ന് നമുക്കറിയാം വളരെ ചെറിയ കുട്ടികൾ വരെ മിഠായി വിൽക്കുന്ന ആ ലാഘവത്തിലാണ് നമുക്ക് MDMA അതുപോലെ കഞ്ചാവ് നിറഞ്ഞിട്ടുള്ള ലഹരി മിഠായികൾ വരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ നിയമപരമായ രീതിയിൽ തടുക്കുന്നതിന് വേണ്ടിയും, അതുകൂടാതെ സുധാകരൻ സാർ അവസാനമായി പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സഹായം എന്ന് പറയുന്നത്, ഒരു കേസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കറിയാം പബ്ലിക് വിറ്റ്നസ് ഇല്ലാതെ നമുക്ക് കോടതിയിൽ ഇത് വാദിച്ച് ജയിക്കാൻ കഴിയില്ല, അവരെ നിയമത്തിൽ പോയി കൊണ്ടുപോയി ശിക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള പൊതുസാക്ഷി പബ്ലിക് വിറ്റ്നസിന്റെ സഹായം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏത് സമയത്തും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്കറിയാം ಮೇಲೆ ಸಹ ತುಂಬ ಜನ ಇದ್ದಾರೆ. ಆದ ಕಾರಣ ಈ ಒಂದು ಕಾರ್ಯವು ಸಫಲವಾಗುವುದರಲ್ಲಿ ಯಾವುದೇ ಡೌಟ್ ಇಲ್ಲ. ಆದ ಕಾರಣ ಈ ಒಂದು ಕಾರ್ಯಕ್ಕೆ ನಮ್ಮೆಲ್ಲ ರೀತಿಯ ಸಹಾಯ ಹಾಗೂ ನಿಮ್ಮೊಂದಿಗೆ ನಾವಿದ್ದೇವೆಂಬ ಹೇಳಿಕೆಯನ್ನು ನೀಡುತ್ತಾ ഈ കാര്യക്രമಕ್ಕೆ ശുഭാശംസകൾ നീടുത്താ കൊണ്ടുകൊള്ളുന്നതിനെ ജയഭാരത്. നമ്മുടെ നേതാക്കന്മാരായാലും ജനപ്രതിനിധികളായാലും അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരായാലും എല്ലാ ആൾക്കാരും നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, അതുപോലെ ഞങ്ങളുടെ നാട്ടുകാർക്കും, ഞങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഞങ്ങളുടെ BMC അബ്ദുല്ല ചേട്ടനും വേണ്ടി ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു.